2023 ആപ്പിൾ റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് iOS 17. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളൊരു UI അല്ലെങ്കിൽ ലുക്കിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നെങ്കിൽ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മളുടെ എല്ലാം ഡിവൈസുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ iOS 17 റിലീസ് ചെയ്ത അന്ന് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ ആണിത്. അതിൽ പറയാത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ ഒന്നാമത്തതും ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചേഞ്ച് ആണ് നമ്മുടെ റിംഗ് ടൂൺസിൽ iOS 17 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ കുറേ റിംഗ് ടൂണുകൾ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സെറ്റിംഗ്സ്, സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ റിംഗ് ടൂൺസ്, അത് മാത്രമല്ല മെസ്സേജസ്, SMS ടോണുകൾക്കും ആപ്പിൾ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങൾ കാണുന്ന മിക്ക ടൂണുകളും പുതിയ റിംഗ് ടൂണുകളാണ്. ഞാൻ എല്ലാം 1 by 1 ആയിട്ടൊന്നും കാണിക്കത്തില്ല. നിലവിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന റിംഗ് ടൂൺ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം റിംഗ് ടൂണുകൾ ആപ്പിൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ടെക്സ്റ്റ് ടോണുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും കുറേ അധികം ടൂണുകൾ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടോൺസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് എല്ലായിടത്തും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വോയിസ് മെയിലിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പുതിയ മെയിൽ വരുമ്പോഴുള്ള ടോണുകളുടെ കാര്യത്തിലായാലും ആപ്പിൾ അതേ ചേഞ്ചസ് ഇവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ മൂന്നാമത്തെ ചേഞ്ചാണ് മലയാളം കീബോർഡ്. ഇതുവരെ നമുക്കുണ്ടായിരുന്നു മലയാളം കീബോർഡ്, പക്ഷേ അതിൽ വളരെ നമുക്കൊട്ടും ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരു മലയാളം കീബോർഡായിരുന്നു നമുക്ക് iOS ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിലേക്ക് വന്നപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സെറ്റിംഗ്സ് ജനറൽസിൽ പോവുക, അതിൽ കീബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ കീബോർഡ്സിൻ്റെ ഓപ്ഷനിൽ നമുക്കിപ്പം മലയാളം കീബോർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി മുതൽ നമ്മൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി മംഗ്ലീഷ് അല്ലെങ്കിൽ അതുപോലുള്ള കീബോർഡുകളൊന്നും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി ഒന്നാന്തരം കീബോർഡാണ് ആപ്പിൾ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. സോ ആഡ് ന്യൂ കീബോർഡ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ മലയാളം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 2 ഓപ്ഷനിലേക്ക് പോകും. ഇതിൽ ആദ്യം കാണുന്ന ട്രാൻസ്ലിട്രേഷൻ എന്ന് പറഞ്ഞ കീബോർഡാണ് നമ്മുടെ മംഗ്ലീഷ് കീബോർഡ്, അതായത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം പക്ഷേ മലയാളത്തിലേക്കും വരുന്നത്. ഈ താഴെ കാണുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പഴയ കാല വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു കീബോർഡ് തന്നെയാണ്. സോ ആരും അത് സെലക്ട് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം ഈ മംഗ്ലീഷൊക്കെ ഇനി ഡിലീറ്റ് ചെയ്ത് കളയുക. ക്ലിപ്പ് അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ജസ്റ്റ് ഈ ഒരു ഗ്ലോബ് ഐക്കണിൽ, ഈ താഴെ കാണുന്ന ഗ്ലോബ് ഐക്കണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, മലയാളം അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ഇനി ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്കുകൾ വരുന്നതായിരിക്കും. സോ ഫൈനലി ആപ്പിൾ മംഗ്ലീഷ് കീബോർഡ് iOSൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുവാണ്. അതെന്തായാലും തകർപ്പൻ ഒരു ഫീച്ചർ തന്നെയാണ്. ഇവിടെ മലയാളത്തിന് മാത്രമല്ല തമിഴിലും നമുക്ക് ഇതേ കീബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ഒരു തമിഴ് 99 അഞ്ചൽ എന്ന് പറയുന്ന 2 കീബോർഡ്സ് ആയിരുന്നു. ഇപ്പോൾ ആ ട്രാൻസ്ലിട്രേഷൻ അവിടെ തമിഴിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയിലെ മറ്റനേകം ഭാഷകളിൽ ഇതേ ചേഞ്ചസ് ആപ്പിൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ ഫീച്ചേഴ്സ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു കോൺടാക്ട് പോസ്റ്റർ, കോൺടാക്ട് കാർഡ് ഓപ്ഷൻസ്. അത് നമുക്ക് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? കാരണം കുറേ അധികം ആളുകൾക്ക് അത് കൺഫ്യൂഷൻ തരുന്ന ഒരു കാര്യമാണ്. സോ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു കാർഡിൽ മൈ കാർഡിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം. അതിൽ എൻ്റെ നമ്പർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീസെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ സാധിക്കും. ഇവിടെ ഇതാണ് അതിൻ്റെ UI എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ആ ഒരു കോൺടാക്ട് പോസ്റ്ററും അതോടൊപ്പം തന്നെ ഈ ഒരു കോൺടാക്ട് കാർഡും കാണാൻ സാധിക്കും. ഇങ്ങനെ മാറി മാറി ആനിമേഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ UIയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിലവിലുള്ള ഒരു കോൺടാക്ട് പോസ്റ്റർ കസ്റ്റമൈസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് വരും. ഇതിൽ നിങ്ങൾക്ക് ക്യാമറ ആണെങ്കിൽ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. ഇതിൽ ഞാൻ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു വാൾപേപ്പർ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഇമേജ് വരുന്നതായിരിക്കും. ഇതിൽ തന്നെ നമുക്ക് പല സ്റ്റൈൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇത് നാച്ചുറൽ ആണ്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകും. പിന്നെ അങ്ങനെ കുറേ സീംലെസ് ബാക്ക്ഗ്രൗണ്ട്, ഓവർ പ്രിന്റ്, സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ അധികം സ്റ്റൈലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷനിൽ നമുക്ക് താഴെ കാണാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ്, അത് ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മുടെ പേര് കാണാം. അതിൽ ടാപ്പ് ഇവിടെ നമുക്ക് ഫോണ്ടിൻ്റെ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലോക്ക് സ്ക്രീനിലുള്ള പോലെ തന്നെ ആ വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കളറും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് നിങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു എലിപ്സ് ടൂളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെപ്ത് എഫക്റ്റ് ഉണ്ട്. ഈ ഒരു ഡെപ്ത് എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഇമേജിനെ താഴത്തേക്കൊന്ന് വലിക്കുക. താഴത്തേക്ക് വലിച്ചതിന് ശേഷം ജസ്റ്റ് ആ ഒരു എലിപ്സ് ടൂളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് എഫക്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. വൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഡൺ അടിക്കുക. അതിനുശേഷം പോസ്റ്റർ റിവ്യൂവിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് കോൺടാക്ട് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പിംഗ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ഡിഫറെൻറ്റ് ഫോട്ടോ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം മോണോഗ്രാം ഉണ്ട്, മിമോജി ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം.
ഇനി അതല്ല നിങ്ങൾക്ക് ഈ മിമോജി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിമോജിയുടെ ഓപ്ഷനിൽ പോവുക. ഇതുപോലെ ഇവിടെ നിന്ന് ഇഷ്ടമുള്ളൊരു മിമോജി നിങ്ങളുടെ ഫോട്ടോ ആയിട്ട്, അതായത് കോൺടാക്ട് കാർഡായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെല്ലാം ഉപരി മോണോഗ്രാം എന്ന് പറഞ്ഞാൽ മറ്റൊരു അഡീഷണൽ ഓപ്ഷനും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ പേരിൻ്റെ സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പോസ്റ്ററും അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺടാക്ട് കാർഡും സെറ്റ് ആകുന്നതായിരിക്കും. വൺസ് ഇത് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഷെയർ ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ഓൾവേസ് ആസ്കും കോൺടാക്ട്സ് ഒള്ളി ഉണ്ട്. ഇതിൽ നിങ്ങൾ കോൺടാക്ട്സ് ഒള്ളി കൊടുക്കുക, അത് ആഡ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ കോൺടാക്ട് അപ്പിയർ ആകുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ നമ്പറിലോ കോൺടാക്റ്റിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേ നമ്പർ വേറെ ഏതെങ്കിലും പേരിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റപ്പ് ചെയ്ത കോൺടാക്ട് പോസ്റ്ററോ കാര്യങ്ങളൊന്നും വരത്തില്ല. സോ അതുകൊണ്ട് അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിലെ 5ാമത്തെ ഫീച്ചറാണ് ഷെയർ വിത്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫയലോ കാര്യങ്ങളോ നമുക്കിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്യണം. നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് എയർ ഡ്രോപ്പ് ഉപയോഗിച്ചാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഷെയർ വിത്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നതും എയർ ഡ്രോപ്പ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത്. അതായത് ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടുത്ത് ഫ്രണ്ടിൻ്റെ ഫോണോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾക്ക് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് നമ്മൾ മറ്റൊരു ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇമേജ് ഷെയർ ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് ചോദിക്കും. ജസ്റ്റ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി വിത്തൗട്ട് എയർ ഡ്രോപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ മറ്റേ ഫോണിലേക്ക് ഈ ഒരു ഇമേജ് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. സോ ഇതാണ് ഷെയർ വിത്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നീട് ആപ്പിൾ iOS 17 കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് സ്റ്റാൻഡ് ബൈ മോഡ്. ഈ ഒരു ഫീച്ചർ നമുക്ക് പണ്ട് മുതലേ ആപ്പിൾ വാച്ചിലുണ്ട്. നൈറ്റ് സ്റ്റാൻഡ് മോഡ് എന്ന് പറയുന്ന പേരിലായിരുന്നു ആപ്പിൾ വാച്ചിലുണ്ടായിരുന്നത്. അതിപ്പം iOS 17 വന്നപ്പം സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുന്ന പേരിൽ ഐഫോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഐഫോൺ 10s മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ബൈ മോഡ് അവൈലബിൾ ആണ്. സോ അങ്ങനെ കാണാതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇൻ കേസ് അതെന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളാണെങ്കിൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിൽ. ഈ ഒരു ഫീച്ചർ ഫംഗ്ഷൻ ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്. ആദ്യം തന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഷോ പ്രിവ്യൂ ഓൺ ടാപ്പ് ഒള്ളി, ഷോ നോട്ടിഫിക്കേഷൻസ് അങ്ങനെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒരു ചാർജറുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ചാർജറുമായിട്ട് വെറുതെ കണക്ട് ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കണം നിങ്ങളുടെ ഡിവൈസ് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ചാർജിങ് ഡോക്കോ അല്ലെങ്കിൽ സ്റ്റേഷനോ മാക്സൈഫോ ആക്സസറി ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോൺ ജസ്റ്റ് ലോക്ക് ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചാർജിങ് എനേബിൾ ആവും. ചാർജിങ് എനേബിൾ ആകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതാണ് സ്റ്റാൻഡ് ബൈ മോഡ്. ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് 2 വിജിറ്റുകൾ സെറ്റ് ചെയ്തേക്കുവാണ്. ആക്ച്വലി ഇത് ഒരു വിജിറ്റ്, ഇത് രണ്ടാമത്തെ വിജിറ്റ്. ഇങ്ങനെ നമുക്ക് വിജിറ്റുകൾ സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിജിറ്റുകൾ നമ്മൾ ഹോം സ്ക്രീനിൽ സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും വിജിറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജിറ്റുകളെ ഇഷ്ടമുള്ള, അതിപ്പം ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആപ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം വിജിറ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മളൊരു വിജിറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മ്യൂസിക് പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ ഒരു പ്ലേ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിൾ കാർപ്ലേയിലൊക്കെ വരുന്ന പോലെ ആ ഒരു മ്യൂസിക് പ്ലെയർ നമ്മളുടെ ആ ഒരു സ്ക്രീൻ ഫുള്ള് ലാൻഡ്സ്കേപ്പിൽ വരുന്നതായിരിക്കും. ഇഷ്ടമുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ട്രാക്കൊക്കെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം നമുക്ക് എയർപ്ലേ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് നൈറ്റ് മോഡ്. നൈറ്റ് മോഡ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളിപ്പം രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങളുടെ ഫോൺ ഇതുപോലെ ചാർജിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ലൈറ്റ് ഓഫ് ആകും. ആ ലൈറ്റ് ഓഫ് ആകുന്ന സമയത്ത് മറ്റൊരു ആംബിയൻ കളറിലേക്ക് നമ്മുടെ ഡിവൈസ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നൈറ്റ് മോഡ് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു വിജിറ്റുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം ഒരു ക്ലോക്ക്. ആ ഒരു ക്ലോക്ക് മാത്രമല്ല, ക്ലോക്കിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ക്ലോക്ക് വാച്ച് ഫേസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് അനലോഗ്, ഡിജിറ്റൽ, വേൾഡ്, സോളാർ എന്ന് പറയുന്ന 3 വാച്ച് ഫേസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ കളറായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറിലേക്ക് സ്വിച്ച് ആകുന്നതായിരിക്കും. പിന്നെ കാര്യമായിട്ടുള്ള ചേഞ്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ സ്പോട്ട് ലൈറ്റിന് കൊണ്ടുവന്നേക്കുന്നത്. എന്നാൽ ഡീപ്പായിട്ടുള്ള പല സെറ്റിംഗ്സ് ഇൻറ്റഗ്രേഷൻ ആപ്പിൾ ഇപ്പം സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്പോട്ട് ലൈറ്റ് ഇൻവോക്ക് ചെയ്യുക, സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ടൈപ്പിംഗ് ചെയ്യുക സെറ്റിംഗ്സ്.
സെറ്റിംഗ്സ് എന്ന് തന്നെ ടൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഷോ മോറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ കാണുന്ന പല ഓപ്ഷൻസും റൈറ്റ് ഫ്രം നമ്മളെ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിന്ന് നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള UI കാണാൻ സാധിക്കും. നമ്മുടെ ഫോക്കസ് മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ്, നൈറ്റ് ഷിഫ്റ്റ്, ട്രൂ ടോൺ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, സെല്ലുലാർ, ഇങ്ങനെ പറയുന്ന അപ്പിയറൻസ് പോലും നമുക്ക് റൈറ്റ് ഫ്രം നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ട് ലൈറ്റിൽ നിന്ന് നമുക്ക് ഇപ്പം സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതൊരു നൈസ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ഒരു ഡീപ്പ് ഇൻ്റഗ്രേഷൻ തന്നെയാണ് നമ്മളുടെ സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ സ്പോട്ട് ലൈറ്റിന് എത്രത്തോളം പ്രാധാന്യം നമ്മളുടെ ഈ ഒരു iOS 17 ഉണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് പോകുമ്പോൾ പല ഫീച്ചേഴ്സിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്ക് തീർച്ചയായിട്ടും സ്പോട്ട് ലൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ സഫാരിനെ പറ്റി പറയുവാണെങ്കിൽ സഫാരിയിൽ നമുക്കറിയാം ഡീപ്പായിട്ടുള്ള പല ചേഞ്ചസും കൊണ്ടുവന്നു. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയൊരു ഫീച്ചറായിരുന്നു നമ്മുടെ സഫാരി സെറ്റിംഗ്സിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ലിസൺ ടു പേജ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഈ ഫീച്ചറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ ഈ ഒരു വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റ് ആണോ അത് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം നമുക്ക് അത് വായിച്ച് കേൾപ്പിക്കും. അതാണ് ലിസൺ. അത് ഓട്ടോമാറ്റിക്കലി സ്പീക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വെബ് പേജ് റീഡ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്താണ് ആ വെബ്സൈറ്റിലുള്ളത് എന്നുള്ളത്. അതൊരു അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഫീച്ചറായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ആപ്പ് ഉപയോഗിച്ചോ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് iOS 17 iPhone 14 Pro, 14 Pro Max, 15 Pro, 15 Pro Max യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ആപ്പിനകത്ത് കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ടോപ്പിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് ക്യാമറ സെറ്റിംഗ്സ് ആപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫോർമാറ്റ്സിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. പ്രോ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ 49 MP ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ പ്രോ റോ മോഡ് എനേബിൾ ചെയ്താൽ മാത്രം ഉള്ളായിരുന്നു നമുക്ക് ലഭിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് HEIF ഹീഫ് മോഡിൽ നമുക്ക് 48 MP ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഫുൾ സെൻസർ റീഡ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 48 MP ഫോട്ടോ എടുക്കുമ്പോൾ നോർമലി ഒരു 60 തൊട്ട് 80 MB ആ ഒരു ഫോട്ടോയുടെ സൈസ് വരുന്നത്. എന്നാൽ ഈ ഒരു HEIF മോഡിലിട്ടാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമുക്ക് വെറും MB കുറഞ്ഞ രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ കാണുന്ന 2 ഇമേജുകൾ, ഇവിടെ നമ്മൾ ഈ കാണുന്ന 2 ഇമേജ്, ഇതിലെ ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് ജസ്റ്റ് മേളിലേക്ക് സ്ലൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് കാണാം. പ്രോ മോഡിലാണ് എടുത്തേക്കുന്നത്, 36 MB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 58 MB ആണ്. ഓക്കെ, ഇതേ സെയിം ഇമേജ് ഞാൻ ഹീഫ് ഇമേജ് എനേബിൾ അല്ലെങ്കിൽ ഫോർമാറ്റ് എനേബിൾ ചെയ്ത് എടുത്ത ഫോട്ടോ ആണ്. അതും 36 MB തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വെറും 5 MB അകത്താണ് ആ ഒരു ഇമേജിൻ്റെ സൈസ് വരുന്നത്. സോ അതാണ് ആ ഒരു ഡിഫറൻസ്. നിങ്ങൾക്ക് ഇനി മുതൽ ഈ ഒരു ഹീഫ് മോഡിൽ അല്ലാന്നുണ്ടെങ്കിൽ JPEG മോഡിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്നാണ്. JPEG മോഡിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഒരു ഫോർമാറ്റ് ഏറ്റവും ടോപ്പിലുള്ള ക്യാപ്ചർ എന്ന് പറയുന്നത് ഹൈ എഫിഷ്യൻസി മാറ്റി മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ JPEG മോഡിലും നമുക്ക് ഇമേജ് എടുക്കാൻ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് iOS 17 ഏതാനും ചില മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.